അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ശഅബാൻ 11 രാവ് വെള്ളിയാഴ്ച രാവും കൂടിയാണ്. മഹത്വമേറിയിട്ടുള്ള പുണ്യമേറിയിട്ടുള്ള ഈ രാവിൽ മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്ന തൊട്ട് മുന്നായിട്ടും 21 തവണ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഈ സ്വലാത്തും അതുപോലെ തന്നെ 21 തവണ ഈ ദുആഇൻ്റെ വചനവും 21 തവണ ഇഖ്ലാസ് സൂറത്തും നിങ്ങൾ ഓതി ദുആ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഏതൊരു ഹലാലായ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണോ നിങ്ങൾ ഇക്കാര്യം ചെയ്യുന്നത്, പടച്ച റബ്ബ് നിങ്ങൾക്കത് സാധിച്ചു തന്നിരിക്കും. 3 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഇക്കാര്യം ചെയ്തു നോക്കുക. ഇൻഷാ അല്ലാഹ് ഏതൊരു ഹൈറായിട്ടുള്ള ഉദ്ദേശമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ഒരു ഉദ്ദേശം അല്ലാഹു തആല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാധിച്ച് അതിലേക്കുള്ള വഴികൾ നിങ്ങൾക്ക് എളുപ്പമാക്കി തരികയും ചെയ്യും.
21 തവണ തുടർച്ചയായി ഇങ്ങനെ ചൊല്ലിയതിന് ശേഷം, അതായത് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ഉളു ഉണ്ടായിരിക്കണം. ഉളുവോടുകൂടി വിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആൾക്കൂട്ടത്തിൽ പോയി ഇരിക്കാതെ തനിച്ചിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ദുആക്ക് ഹിജാബത്ത് കിട്ടുന്ന പ്രത്യേക സമയമാണ്. നമ്മളെ മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ തൊട്ട്, അതായത് മഗ്‌രിബ് ബാങ്ക് പിടിക്കുന്ന തൊട്ട് മുൻപത്തെ സമയം. ആ ഒരു സമയത്ത് ഈ ഒരു 21 സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം 21 തവണ ഇഖ്ലാസ് സൂറത്ത് ഏതെന്നറിയില്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ ഒരു സൂറത്തിനെ നിങ്ങൾ 21 തവണ ആത്മാർത്ഥതയോടുകൂടി ഔദും ബിസ്മിയൊക്കെ ഓരോ തവണയും ഓതുമ്പോഴും അതിൻ്റെ കൂടെ ഓതി ദുആ ചെയ്യുക. അതിൻ്റെ കൂടെ ദുആയിൻ്റെ വചനം ഏതാണെന്ന് നമ്മുടെ സ്ക്രീനിൽ കാണിക്കാം. നമ്മളിൽ ഒരുപാട് പേർക്ക് അറിയുന്ന ദുആയിൻ്റെ വചനം, ഒരുപാട് പ്രതിഫലങ്ങൾ അടങ്ങിയിട്ടുള്ള മഹത്വമേറിയിട്ടുള്ള ഒരു ദുആയിൻ്റെ വചനം. ഇത് നമുക്ക് ഏതൊരു പ്രയാസമുണ്ടാകുന്ന സമയത്തും നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടും ഏതൊരു സമയത്തും നമുക്ക് ഇതൊരു തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം ആകട്ടെ, ഹാജത്ത് നമസ്കാരത്തിന് ശേഷം ആകട്ടെ, ളുഹാ നമസ്കാരത്തിന് ശേഷം ആകട്ടെ, അങ്ങനെ നിസ്കാരപ്പായലിരുന്നിട്ട് നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ 21 തവണ അല്ലെങ്കിൽ 41 തവണ അല്ലെങ്കിൽ 71 തവണ ഇങ്ങനെ നേർച്ച വെച്ചിട്ട് ചൊല്ലി നോക്ക്. നിങ്ങളുടെ ഏതൊരാഗ്രഹം പടച്ചറപ്പ് ഹലാലായ ഒരാഗ്രഹമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പെട്ടെന്ന് അത് സാധിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. ولا حول ولا قوة إلا بالله العلي العظيم. 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 بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. 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 വിശ്വാസത്തോടുകൂടി തഖ്വയോടുകൂടി ഈ ഒരു രാവിൽ നിങ്ങൾ തുടർച്ചയായിട്ട്, അതായത് ഈ ഒരു രാവിൽ നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ 3 ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യാം. 3 ദിവസമായിട്ട് നിങ്ങളെ കാര്യം നടന്നു കിട്ടിയിട്ടില്ലെങ്കിൽ 7 ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുക, ദുആ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം പടച്ച റബ്ബ് ആ ഒരു തഖ്വയോട് കൂടിയാണ് നിങ്ങളത് ചെയ്തിട്ടുള്ളതെങ്കിൽ, ഹൈറായിട്ടുള്ള കാര്യമാണെങ്കിൽ പടച്ച റബ്ബ് നിങ്ങൾക്കത് സാധിച്ചു തന്നിരിക്കും ഇൻഷാ അല്ലാഹ്. ഓരോരുത്തരും ഓരോരോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഒരുപാട് ഹലാലായ മുറാദുകൾ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. പടച്ച റബ്ബിന് മാത്രമേ എന്താണെന്ന് അറിയുകയുള്ളൂ. അപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇങ്ങനെ അതിൻ്റെ കൂടെ ഈ ഒരു 3 സൽക്കർമ്മങ്ങൾ നിങ്ങൾ ഈ ഒരു രാവിലെ തുടങ്ങി വെക്കുക ഇൻഷാ അല്ലാഹ്. തീർച്ചയായിട്ടും പടച്ച റബ്ബ് നിങ്ങൾക്കതിനുള്ള ഉത്തരം നൽകുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. നമ്മളെ സ്വലാത്തിൻ്റെ മജ്ലിസിൽ സ്ഥിരമായിട്ട് മുത്ത് ഹബീബിൻ്റെ ചാരത്തേക്ക് സ്വലാത്ത് ചെല്ലാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളൊരു മജ്ലിസിലേക്ക് ജോയിനായി വരിക. എൻ്റെ ഫോൺ നമ്പർ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്കൊരു വോയിസ് മെസ്സേജ് അയക്കാം ഇൻഷാ അല്ലാഹ്. പടച്ച റബ്ബ് നമ്മൾ നിത്യേന ചൊല്ലുന്ന സ്വലാത്ത് ദിക്റുകൾ എല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും
സ്വർഗാവകാശികളോടൊപ്പം നമ്മളെല്ലാവരെയും ഒത്തുചേർക്കട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.